ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ അപ്ലൈഡ് ഒപ്റ്റിക്സിൽ ലേസേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നമ്മൾ ലേസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേസേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ, ടൈപ്സ് ഓഫ് ലേസേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്, അത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സാണുള്ളത് ബേസ്ഡ് ഓൺ ദ ലേസിംഗ് മെറ്റീരിയൽ യൂസ്ഡ്. ഓക്കെ, നമ്മൾ എന്താണോ ലേസിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്, ലേസിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചു, എന്താണ് ആക്റ്റീവ് മീഡിയ അല്ലെങ്കിൽ ആക്റ്റീവ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഈ ലേസിംഗ് മെറ്റീരിയലിൻ്റെ എന്താണ് ബേസിസിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്, ഗ്യാസ് ലേസേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ ലേസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന റൂബി ലേസർ. അതാണ് നമ്മളൊരു സോളിഡ് സ്റ്റേറ്റ് ലേസറിൻ്റെ എക്സാമ്പിളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. റൂബി ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 3 ലെവൽ ലേസർ. അപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഒരു ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ എത്ര മിനിമം 3 എനർജി ലെവൽസ് വേണമെന്ന് പറഞ്ഞു. സോ ഒരു 3 ലെവൽ ലേസറാണ് എന്ന് പറയുന്നത് റൂബി ലേസർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. ഇതെന്ന് പറയുന്നത് മെയ്മാൻ എന്നുള്ള സയൻറ്റിസ്റ്റ് 1960 ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ 3 ലെവൽ ലേസർ. ഇതിൻ്റെ റൂബി എന്ന് പറഞ്ഞാൽ ഈസ് അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റൽ. അപ്പോൾ റൂബി എന്ന് എന്താണ്? അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റൽ Al2O3 ഡോപ്ഡ് വിത്ത് 0.05% ക്രോമിയം ഓക്സൈഡ് Cr2O3. അപ്പോൾ റൂബി എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് റൂബി എന്ന് പറഞ്ഞാൽ? ഈസ് അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ്. റൂബി എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ് ഡോപ്ഡ് വിത്ത് 0.05% ഓഫ് ക്രോമിയം ഓക്സൈഡ്. അപ്പോൾ റൂബി ലേസർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിച്ചു? 3 ലെവൽ ലേസറാണ്, സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്, ഫസ്റ്റ് ഫാബ്രിക്കേറ്റഡ് ബൈ മെയ്മാൻ ഇൻ 1960. ഫസ്റ്റ് ലേസർ ഫാബ്രിക്കേറ്റഡ് ബൈ മെയ്മാൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ റൂബി ലേസറാണ്. ആൻഡ് റൂബി എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റൽ ഡോപ്ഡ് വിത്ത് 0.05% ഓഫ് ക്രോമിയം ഓക്സൈഡ്. ഇനി ഇതിൻ്റെ എനർജി സോഴ്സ്, അപ്പോൾ ഈ നമ്മൾ ഓരോന്നിലും പഠിക്കുമ്പോൾ അതിൻ്റെ എനർജി സോഴ്സ് ഏതാണെന്ന് പഠിക്കാം. പമ്പിങ് ഏതാണെന്ന്, ലേസിംഗ് മീഡിയം എന്താണ്, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഏതാണ്. ഓക്കെ, അപ്പോൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ സെനോൺ ഫ്ലാഷ് ട്യൂബ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. ലേസിംഗ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്ന റൂബി റോഡാണ്. റൂബി എന്ന് പറഞ്ഞാൽ എന്താണ്? അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ് ഡോപ്ഡ് വിത്ത് 0.05% ഓഫ് ക്രോമിയം ഓക്സൈഡ്. ഇനി ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഉണ്ട്. ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്താണ്? 2 ഫേസസ്, അതായത് ഈ റൂബി റോഡിൻ്റെ തന്നെ, നമ്മുടെ റൂബി റോഡിൻ്റെ തന്നെ എന്താണ് 2 ഫേസസ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫുള്ളി സിൽവേർഡ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഫുള്ളി സിൽവേർഡ്. മറ്റേതെന്ന് പറയുന്നത് പാർഷ്യലി സിൽവേർഡ്. ഓക്കെ, ഇതെന്ന് പറയുന്നതാണ് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള ഒരു എൻഡ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന എന്ത് പരിപാടിയാണ്? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. എന്താണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ? അത് അത്രയ്ക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണോ? അല്ല. നമുക്ക് എന്താണ് വേണ്ടത്? സ്റ്റിമുലേറ്റഡ് എമിഷനാണ് വേണ്ട. പക്ഷേ ഇവിടെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നടക്കും. സോ അത് ആ ഒരു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ കാരണം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ അവിടെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കുന്നത്. അവിടെ എന്തോ വരുന്നില്ല, റേഡിയേഷൻ ഒന്നും എമിറ്റ് ആവുന്നില്ല. സോ അങ്ങനെ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാം. ദെൻ സ്പോണ്ടേനിയസ്ലി എന്ത് ചെയ്യും? ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും. ആൻഡ് ലേസർ ആക്ഷൻ അവിടെ സംഭവിക്കും. ഇതാണ് അതിൽ നടക്കുന്നത്. ഇതിൽ ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിക്കണം. അതായത് വേവ് ലെങ്ത് ഓഫ് ലേസർ, അതായത് ഈ റൂബി ലേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വേവ് ലെങ്ത് എത്രയാണ്? 6943 ആംസ്ട്രോൺ അല്ലെങ്കിൽ 694.3 നാനോമീറ്റർ. എന്താണ്? 694.3 നാനോമീറ്റർ. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റൂബി ലേസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 694.3 നാനോമീറ്റർ ആണ്. ഇനി ഈ റൂബി ലേസർ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിതിന് ലാർജ് ഇൻപുട്ട് എനർജി ആവശ്യമുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ലാർജ് ഇൻപുട്ട് എനർജി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, പൾസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോൾസൊക്കെ ഡ്രിൽ ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് യൂസ് ഇൻ പൾസ് എക്കോ ടെക്നിക്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റൂബി ലേസർ യൂസ് ചെയ്യും. ദെൻ അടുത്ത് വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹീലിയം നിയോൺ ലേസറാണ്. ആൻഡ് ഇറ്റ് ഈസ് എ 4 ലെവൽ ലേസർ. നമ്മൾ നേരത്തെ പഠിച്ചത് 3 ലെവലായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ 4 ലെവൽ ലേസറാണ്. അതായത് 4 ലെവൽ ലേസർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേസർ ആക്ഷൻ ഇൻവോൾവ്സ് 4 എനർജി ലെവൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ലെവലിൽ എനർജി ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ആൻഡ് ഹയർ എനർജി ലെവൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇതിലെന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ് കൂടെ കയറി വരും. 4 ലെവൽസ് ആണ് വരുന്നത്. ആൻഡ്
ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടിന്യൂസ് വേവ് ലേസർ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹീലിയം നിയോൺ ലേസറാണ്. ഏതാണ് ഫസ്റ്റ് കണ്ടിന്യൂസ് വേവ് ലേസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹീലിയം നിയോൺ ലേസറാണ്. ആൻഡ് ഇറ്റ് ഈസ് എ 4 ലെവൽ ലേസർ. ഇതിൻ്റെ എനർജി സോഴ്സ് വന്ന് RF ഡിസ്ചാർജ് പവറാണ് ഇതിൻ്റെ എനർജി സോഴ്സ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പിംഗ് എന്നാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് പമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലേസിംഗ് മീഡിയം എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചറാണ്. ഓക്കെ, ഇവിടെ ഇത് നോക്കണ്ട, ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രപ്പോർഷൻ വന്ന് 10:1. എത്രയാണ്? 10:1 ആണ് ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചറിൻ്റെ പ്രപ്പോർഷൻ വരുന്നത്. ഇനി ഇവിടുത്തെ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എത്രയാണ്? 2 മിറേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ റെസൊണേറ്ററായിട്ട്. ഇവിടെ ഇത് ഓർക്കുക, ഹീലിയമാണ് പമ്പിങ് ഏജൻറ്റ്. അപ്പോൾ ഹീലിയം നിയോൺ ലേസറിൽ പമ്പിങ് ഏജൻറ്റ് ഏതാണ്? ഹീലിയമാണ്. ആൻഡ് നിയോൺ ഈസ് എ ലേസിങ് ഏജൻറ്റ്. ലേസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് നിയോൺ ആണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത് എത്രയാണ്? 632.8 നാനോമീറ്റർ അല്ലെങ്കിൽ 6328 ആങ്സ്ട്രോം ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. ആൻഡ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് നമുക്ക് ലേസർ ഔട്ട്പുട്ട് കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി 100 മില്ലി വാട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓൺലി 0.1%. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഹോളോഗ്രാമിൽ നമ്മൾ 3D റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമേജസ് നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഹോളോഗ്രാം. സോ ഹോളോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് പ്രോസസ്സിങ്, ബാർകോഡ് റീഡിങ്, ഇൻഫ്രോമെട്രിക് എക്സ്പെരിമെൻറ്റ്സ്, ഇതിലെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീലിയം നിയോൺ ലേസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 3 ലെവൽ ലേസറും 4 ലെവൽ ലേസറിൻ്റെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചത്. സോ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 3 ലെവൽ ലേസർ എന്ന് പറയുമ്പോൾ എന്താണ്? ലേസർ ആക്ഷൻ ഇൻവോൾവ്സ് 3 എനർജി ലെവൽ. 4 ലെവലിലാണെങ്കിലോ 4 എനർജി ലെവൽസ് ഉണ്ടാകും. ഈ 3 ലെവൽ ലേസറിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ഒക്കെ കൊടുക്കണം അല്ലേ, എന്നാലേ അത് അവിടെ എന്താണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ സംഭവിച്ച് ഹയർ എനർജി ലെവൽ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് പോയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് 4 ലെവൽ ലേസറിൽ എന്താണ് നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാം. ആൻഡ് 3 ലെവൽ ലേസറിന് വെൻ കമ്പയർഡ് ടു 4 ലെവൽ വെരി ലോ എഫിഷ്യൻസി ആണ്. ഇറ്റ് ഹാസ് ഹൈ ലെവൽ എഫിഷ്യൻസി. ആൻഡ് പൾസ്ഡ് ഔട്ട്പുട്ടാണ് നമുക്ക് 3 ലെവൽ ലേസറിൽ നിന്ന് കിട്ടുന്നത്. 4 ലെവൽ ലേസറിൽ നിന്നാണെങ്കിലും നമുക്കൊരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടർ ലേസർ. ഓക്കെ, നമ്മൾ ഏതൊക്കെ പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ലേസറുണ്ട്, ഗ്യാസ് ലേസർ, സെമി കണ്ടക്ടർ ലേസർ, ഇങ്ങനെ 3 ടൈപ്പാണ് പറഞ്ഞത്. സോ സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എനർജി സോഴ്സ് വരുന്നത് ഫോർവേഡ് ബയസിങ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടർ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസിങ് നമുക്കൊരു ഡയോഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്, ഇറ്റ് ഈസ് നെഗറ്റീവ് സൈഡ്. ഓക്കെ, അത് പോസിറ്റീവ് സൈഡ് നമ്മൾ P സൈഡ് എന്ന് വിളിക്കും. ആൻഡ് നെഗറ്റീവ് സൈഡ് നമ്മൾ N സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ P സൈഡിനെ ഒരു ഔട്ട്പുട്ട് ഒരു വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്തെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരും. ആൻഡ് ഇവിടെ ഓൾസോ എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണുള്ളത്. സോ അതിന് ഒരേ ചാർജ് എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? നമ്മുടെ ഇങ്ങനെയാണ് ഒരു ഡയോഡ് വരുന്നെങ്കിൽ ഇത് P സൈഡ്, ഇത് N സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. സോ ഇവിടെ നിന്നും ഹോൾസ് എന്ത് ചെയ്യും? ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് പോകും. സോ അതേപോലെ തന്നെ N സൈഡിൽ നിന്ന് ഇവിടെ നിന്നാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ. സോ N സൈഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലോവർ ആയിട്ടുള്ള വിഡ്ത്തായിരിക്കും അതിന് വരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ലേസേഴ്സ് എമിറ്റ് ചെയ്യും. അതാണ് അവിടെ നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഫോർവേഡ് ബയസിംഗ് എന്ന് എന്താണ്? നമ്മുടെ P സൈഡിനെ എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ ഇവിടുത്തെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസിംഗ് ആണ്. പമ്പിംഗ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോൺ ബീം പമ്പിംഗ് അല്ലേ. അതായത് ഇലക്ട്രോൺസിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇലക്ട്രോൺ ബീം പമ്പിംഗ് ആണ്. ആൻഡ് ലേസിംഗ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ, അതായത് നമ്മൾ ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് അനുസരിച്ചിരിക്കും ഇവിടെ നിന്ന് പുറത്തു വരുന്ന ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറഞ്ഞാൽ 2 എൻഡ് ഫേസസ് ആണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പേര്, സെമി കണ്ടക്ടർ ലേസറിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ലേസർ ഡയോഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കാം? ലേസർ ഡയോഡ് എന്ന് വിളിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ്. കണ്ടല്ലോ, ഇവിടെ P ജംഗ്ഷനാണ്, ഇവിടെ N സൈഡാണ്. സോ ഇറ്റ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കൊഹറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും, വിച്ച് എമിറ്റ്സ് കൊഹറൻ്റ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്കിവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്, കൊഹറൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ് കിട്ടുന്നത്. പിന്നെ ലേസർ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. നമ്മളിനി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ഫ്രം എൻസൈഡ്. ഓക്കെ, ഈ എൻസൈഡിൽ എന്താണുള്ളത്, ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, ഇലക്ട്രോൺസ് ഫ്രം എൻസൈഡ് ആൻഡ് ഹോൾസ് ഫ്രം പി സൈഡ് എന്ന് പറയുന്നത് ഡിഫ്യൂസ് ഇൻ ടു ഡിപ്ലീഷൻ റീജിയൻ. ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്യൂസ് ആവും. ദ റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ലൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ നടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ കറണ്ട് റീച്ചസ് എ ത്രെഷോൾഡ് വാല്യൂ, പോപ്പുലേഷൻ ഇൻവേർഷൻ ഓക്കേഴ്സ് ആൻഡ് ആസ് എ റിസൾട്ട് ലേസർ ബീം ഈസ് പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ എനർജി നമ്മൾ കറണ്ട് കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ത്രെഷോൾഡ് വാല്യൂവിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വരുന്ന ലേസറിൻ്റെ ഔട്ട്പുട്ട് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 7000 ആംസ്ട്രോങ് ടു 30,000 ആംസ്ട്രോങ് വരെയാണ്. ആൻഡ് നമുക്കിവിടെ വരുന്നത് കണ്ടിന്യൂസ് വേവ് ആണ്. അതിൻ്റെ ലോങ് ലൈഫ് ഉണ്ട്, ഹൈലി മോണോക്രോമാറ്റിക് ആണ്. ഔട്ട്പുട്ട് പവർ ഏതാണ്ട് ഒരു 200 മില്ലി വാട്ട് വരെയൊക്കെ വരാറുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഈ സെമി കണ്ടക്ടർ ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. കാരണം എന്താണ്, ഇറ്റ് ഹാസ് സ്മോൾ സൈസ്, അതിന് സ്മോൾ സൈസാണ്. അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ഉണ്ട്, അത് 25 to 30% എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. ആൻഡ് സിംപ്ലിസിറ്റി ഉണ്ട്. ലോങ് ടൈം എബൌട്ട് 100 ഇയേഴ്സ് ഒക്കെ ഇതിനെന്തുണ്ട്, ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.